മിഡിൽ ആൻഡമാനിലെ രണ്ടാം ദിവസം സുപ്രഭാതം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് ബീച്ചുകൾ കാണാനായിട്ടാണ്. അതുപോലെ എന്റെ മാമൻ തന്നെയാണ് സാരഥി. ഇപ്പോഴീ കാണുന്നത് രംഗത്ത് ടൗണാണ്. ഇവിടുന്ന് 130 കിലോമീറ്റർ പോയാൽ നോർത്തിലെ ഡിഗ്ലിപൂരിലെത്തും. അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ പഞ്ചവടിയിലെത്തി. ഇതാണ് പഞ്ചവടി ബീച്ച്. ആൻഡമാനിലെ പാക്കേജുകാരൊന്നും ഇങ്ങോട്ടധികം വരില്ല. അതുകൊണ്ട് ഇവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഓഫീസിൽ പേരും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. ഇപ്പോൾ വേലിയിറക്കം ആയതുകൊണ്ട് വെള്ളമില്ലാതെ പാറ തെളിഞ്ഞു കിടക്കുന്ന കാണാം കേട്ടോ. കുറച്ച് നടന്നാൽ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന വലിയൊരു പാറ കാണാം. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. അധികം നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല. വേലിയേറ്റം നടന്നാൽ ഞാനവിടെ പെട്ടുപോകും. ഇതുവഴി പോയാൽ ബീച്ചിലെ അംബ്രല്ല ഹട്ട് കാണാം. അവിടെയും കാമായിട്ടുള്ള അന്തരീക്ഷം കേട്ടോ. റോഡ് സൈഡിൽ ഈ കാണുന്നത് പഞ്ചവടി വാട്ടർഫാൾസാ. സീസണിലൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ വെള്ളം കുത്തിയൊലിക്കുന്ന കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അവിടെ നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് മോറിസ് ഡെറ ബീച്ചിലേക്കാണ്. ഇവിടെയും സൈലന്റ് ആയിട്ടുള്ള ആംബിയൻസ് ആട്ടോ ഉള്ളത്. 2 പാറകൾക്കിടയിലൂടെയാണ് നമ്മൾ ബീച്ചിലെ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇവിടെ ഇരുന്ന് സൺറൈസ് ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. തിരിച്ചിറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്തായാലും ക്രിയേറ്റിവിറ്റി അടിപൊളി. ഇവിടെയൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് ആംഗുഞ്ച് ബീച്ചിലേക്കാണ്. എന്തായാലും നമ്മൾ കണ്ട ഈ ബീച്ചുകളൊക്കെ സൺറൈസ് ബീച്ചുകളാ. ബീച്ചിൽ കുറച്ച് ചെറിയ കടകളൊക്കെ കാണാം. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ബീച്ചിലൂടെ ചുമ്മാ നടന്നു. ഇപ്പോഴീ കാണുന്നത് ബംഗാളീസിന്റെ ഒരു ശിവക്ഷേത്രം കേട്ടോ. നടയടച്ചിരിക്കുകയാണിപ്പോ. നമുക്ക് നാളെ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോകണം. അതുകൊണ്ട് കൗസല്യ നഗറിലുള്ള ഈ ഒരു പമ്പിൽ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യുക കേട്ടോ.